KSUവിന്റെ ഒരു പഠന ക്യാമ്പ് നടക്കുന്നുണ്ട്. സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ചുള്ള പഠനമായിരിക്കും വിചാരിച്ചല്ലേ? പക്ഷെ ആ കാര്യത്തില് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് കേട്ടാ. അവിടെ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ അനുസരിച്ച് കളരി, കരാട്ടെ, കുങ്ഫു മുതലായവയുടെ പഠന കളരിയാണോന്ന് ഒരു സംശയം ഇല്ലാതില്ല. മൊത്തം കൂട്ടത്തല്ലായിരുന്നില്ലേ? പുതിയ അധ്യയന വർഷം തുടങ്ങാൻ പോവല്ലേ? കുട്ടികളെയൊക്കെ നേർവഴിക്ക് നടത്തണം. മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളെ ഇൻസ്പയർ ചെയ്യിക്കണം. സംഘടനാ പ്രവർത്തനത്തിന്റെ മികവ് കണ്ട് കുട്ടികളൊക്കെ കൂട്ടത്തോടെ KSUവിലേക്ക് വരണം. അങ്ങനെയുള്ള മോഹങ്ങളുമായി KSU നല്ല അസലൊരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് കേരളത്തിലെ ക്യാമ്പസുകൾ ചുവട് വയ്ക്കുമ്പോൾ എന്താണ് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ദൗത്യം എന്ന കൃത്യമായിട്ടുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണ് ഈ മാസം 14-15 രാമക്കൽമേട് വെച്ച് നടന്ന KSU സംസ്ഥാന ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ വെച്ചെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 2 മേഖലാ ക്യാമ്പുകൾ നടത്താൻ KSU സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്തത്. എവിടെ കുട്ടികളെ നേർവഴിക്ക് നടത്താനുള്ള KSUവിന്റെ ക്യാമ്പിലെ പ്രവർത്തനങ്ങൾ എവിടെ? ഹായ്, എന്തൊരച്ചടക്കമുള്ള കുട്ടികൾ, എന്തൊരച്ചടക്കമുള്ള പ്രവർത്തനം. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പൊ എന്തുട്ടാ പറഞ്ഞത്? പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതുകൊണ്ട് നടത്തിയ ക്യാമ്പാണെന്നല്ലേ? നന്നായിട്ടുണ്ട്. വലിയ സംഘർഷമാണ്, വലിയ കൂട്ടത്തല്ലാണ്, വലിയ കലാപമാണ് എന്ന് പറയുമ്പോഴും നിങ്ങളെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഹാളിലേക്ക് കടന്നു വന്നതാണ്. വ്യത്യസ്തമായിട്ടുള്ള സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ അടുക്കും ചിട്ടയോടും കൂടി ഒരു ക്യാമ്പിന്റെ സമാപ്തിയിലേക്ക് അടുക്കും ചിട്ടയോടും കൂടി പോകുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത്? KSUവിന്റെ മുതലാളി കലിപ്പിലാണ് ഗൈസ്. കൂട്ടത്തല്ലോ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്നാണ് മൂപ്പര് പറയണത്. അപ്പൊ നമ്മളെല്ലാരും കണ്ടത് കൂട്ടത്തല്ലായിരിക്കില്ല, ഡിസ്കോ ഡാൻസ് ആയിരിക്കും അല്ലേ? പ്രശ്നമൊന്നും ഇല്ലാണ്ട് എന്തിനാണാവോ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കം 4 പേർക്ക് സസ്പെൻഷൻ കൊടുത്തത്? മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് നടപടി. ഒരു വാക്കുകൊണ്ട് പോലും ഈ സംഘടനയെ കുത്തി നോവിക്കാൻ എന്നെ പോലുള്ള സംഘടനാ പ്രവർത്തകർക്കാവില്ല. ഞാനൊക്കെ SFIക്കാരന്റെ ചീത്തവിളിയും മർദ്ദനവും ഒക്കെ ക്യാമ്പസുകളിൽ ഏറ്റുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളാണ്. ആര് പറഞ്ഞിട്ടാ നീ മിമിക്സ് പരേഡ് ഇപ്പൊ ഇവിടെ അവതരിപ്പിക്കുന്നത്? അയ്യോ, നിനക്ക് അറിയല്ലേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്റെ ജീവൻ എന്ന് പറയുന്നത്, എന്റെ രക്തത്തിലോടുന്നതെന്ന് പറയുന്നത് KSUവിന്റെ ആ നീല കൊടിയാണ് എന്റെ ഹൃദയത്തിലുള്ളത്. ആ ചോരയാണ്, KSUവിന്റെ ചോരയാണ് എന്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും എന്നെ പോലുള്ള ഒരു പ്രവർത്തകന് ഇത്തരത്തിൽ അനാവശ്യ വാർത്ത കൊടുക്കാൻ കഴിയില്ല. ഊണിലുറക്കത്തിലും KSU എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണ ഈ പിഞ്ചു കുഞ്ഞിനെയാണോ സസ്പെൻഡ് ചെയ്തത്? കഷ്ടം കേട്ടോ. ശരിക്കും KSUവിന്റെ ക്യാമ്പിൽ ഇങ്ങനെ അടി നടക്കാൻ എന്തുട്ടാ കാരണം? ഇത് ചില ഗ്രൂപ്പ് താല്പര്യങ്ങളുടെ പേരിൽ ചിലരെ ഉദ്ദേശിച്ചുകൊണ്ട് ആണ് ഇതിനകത്ത് നടപടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ പറയേ. ജൂനിയേഴ്സും ഗ്രൂപ്പ് കളി, സീനിയേഴ്സും ഗ്രൂപ്പ് കളി. ആ ഗ്രൂപ്പ് കളിയാണ് പുതിയ അധ്യയന വർഷത്തില് കിടാങ്ങളെ പഠിപ്പിക്കാൻ പോണത്. ബഹുമാന്യനായ KPCC അധ്യക്ഷനൊപ്പം നിൽക്കുന്ന ഒരു KSU, അദ്ദേഹത്തിനൊപ്പം അടിയുറച്ചു നിൽക്കുന്ന ഒരു KSU പ്രവർത്തകനായതുകൊണ്ട് KSU സംസ്ഥാന പ്രസിഡന്റിനെതിരെ കമ്മിറ്റിയിലുള്ള പോരായ്മകളെ ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് എനിക്കെതിരെ നടപടിയെടുക്കുകയാണ്. സ്വാഭാവികമായി എതിർ സ്വരങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അത് സംഘടനയെ നേർവഴിക്ക് നടത്താൻ എന്തെങ്കിലും ഒരു സജഷൻ പറഞ്ഞതിന്റെ പേരിൽ എനിക്കെതിരെ നടപടിയെടുത്തതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ സുധാകരൻജിയുടെ ആശയങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അനന്തകൃഷ്ണനെതിരെ നടപടിയെടുത്തതെന്നാണ് പറയണത്. ശരി, സുധാകരൻജിയുടെ പിള്ളേരെ തൊട്ടാലുണ്ടല്ലോ വേണ്ടാട്ടാ. ഇപ്പോൾ ഞാൻ പോകുന്നു, പക്ഷേ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും. ഒരു കാര്യം കൂടി, അപ്പോ ഗ്രൂപ്പ് പ്രശ്നം കാരണം കൊണ്ടാണല്ലേ ഇങ്ങനെ കൂട്ടത്തലുണ്ടായത്? ഇതിനകത്ത് ഗ്രൂപ്പ് എന്നുള്ളതല്ല. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമില്ല. ഇപ്പൊ കുറച്ച് ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. കുറച്ച് ആളുകൾ ചേർന്ന് അതിനകത്ത് പല വിഭാഗത്തിലുള്ള ആളുകളുണ്ടാവാം. സ്വാഭാവികമായി ഒരാളെ ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എന്റെ ഒരു ഐഡിയോളജിയാണ്, എന്റെ ഒരു നിലപാടുകളെയാണ് അവർ ഭയപ്പെടുന്നത്. അല്ലാതെ ഗ്രൂപ്പ് എന്നുള്ള ഒരു ഇതിലപ്പുറത്തേക്ക് പണ്ട് കാലത്ത് കോൺഗ്രസിന് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഇപ്പോൾ ഗ്രൂപ്പ് എന്നുള്ള ഒരു ഇത് നിലവിലില്ല. ഗ്രൂപ്പ് ഒന്നുമില്ല, കുറച്ചാള് ചേർന്ന ഒരു കൂട്ടായ്മ, വേറെ കുറച്ചാള് ചേർന്ന് വേറെ കൂട്ടായ്മ, അങ്ങനെയുള്ളൂ. പിന്നെ പലർക്കും പല അഭിപ്രായം ഉണ്ടാവും, അത്രേ ഉള്ളൂ. വേറെ ഗ്രൂപ്പ് ഒന്നുമില്ല കേട്ടോ. നല്ല വിശദീകരണം, കോൺഗ്രസ്സുകാരൻ തന്നെ. വരൂ, KSUവിന്റെ ഉള്ളിലെ കൂട്ടത്തല്ലിനെ കുറിച്ച് വിദഗ്ധർക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. കുട്ടികളല്ലേ, കുട്ടികൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം പരിധി വിട്ടു പോയിട്ടുണ്ടോ അല്ലയോ എന്ന് KSU തന്നെ
അത് അന്വേഷിക്കും. അതിൻ്റെ മീതെ NSUI കമ്മിറ്റി ഉണ്ട്, അവരൊരു തീരുമാനം എടുക്കും. അതിലൊന്നും കയറി ഞാൻ അഭിപ്രായം പറയേണ്ട ആളാണ്. അച്ചോടാ, കുഞ്ഞു കുട്ടികളല്ലേ അവരങ്ങോട്ടും ഇങ്ങോട്ടും പിച്ചേ മാന്ത ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ഇത്ര കാര്യമാക്കി എടുക്കേണ്ട കാര്യമുണ്ടോന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. ഈ ക്യാമ്പ് KPCC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ ഒരു ആരോപണം ഉണ്ടായിരുന്നല്ലോ. നിങ്ങളോട് പറയാണ്ടാണോ ക്യാമ്പ് നടത്തിയത്? KPCC അല്ലേ, അതെല്ലാം അറിയിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, KSU പ്രസിഡന്റ് നേരിട്ട് പോയിട്ട് KPCC പ്രസിഡന്റിനോട് പറഞ്ഞാണ്. KSU പ്രസിഡന്റ് എന്നോട് നേരിട്ട് സംസാരിച്ചാണ്. പാർട്ടി അറിയാതെ നെയ്യാറുടെ തമ്മിൽ പരിപാടിയാണ്. അല്ല, എന്തായാലും ഇങ്ങനെ കൂട്ടത്തല്ലുണ്ടാവാൻ പാടില്ലായിരുന്നല്ലോ, അതിനവരെ തിരുത്തണ്ടേ? അല്ലല്ല, അത് എന്താണ്, ഏത് ലെവലിലേക്ക് അത് പോയിട്ടുണ്ടെന്ന് നോക്കണം. കുട്ടികൾ തമ്മിലുള്ള, പിള്ളേരല്ലേ, ചെറിയ പ്രായമല്ലേ, നമ്മുടെ പ്രായമല്ലല്ലോ, അവർ തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട്, വഴക്കുണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ, ഒരു എക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം. അവരന്വേഷിച്ച് KSU പ്രസിഡന്റ് NSU കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൊടുക്കും. അത് വെച്ച് നമുക്ക് നോക്കാം. അവരൊക്കെ പ്രതിപക്ഷ നേതാവിന്റെ കണ്ണിൽ ചുഞ്ചിരു വാവകളാണെന്ന് എല്ലാരും കൂടി ഇത് ഊതി വീർപ്പിച്ച് വലിയ പ്രശ്നമാക്കാണ്ടിരുന്നാൽ മതി. പിന്നെ ആ കുഞ്ഞു വാവകളുടെ തല്ലൂട്ടം ആശുപത്രി വരെ എത്തിയിട്ടുണ്ട് കേട്ടാ. ചോര ചിന്തിയ ക്യാമ്പ് എന്നാണ് പുറത്തുള്ള ഒരു ടോക്ക്. കൈ ചില്ലുമ ഗ്ലാസുമ തൊട്ടിട്ട് ചോര ചെയ്യുന്നതാണ്, കത്തിക്കുത്തി തന്നല്ലോ, ചോര ചെയ്യുന്നതൊക്കെ പറഞ്ഞ് ഞെട്ടിപ്പോവും, പേടിച്ചു പോവാള്. ചില്ലില് തട്ടി കുറച്ച് ചോര വന്നു, അതൊക്കെ അവരുടെ കുട്ടിക്കളിയാണെന്നേ. ഈ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളുടെ ഒരു കാര്യം. KSUവിൻ്റെ ചില പ്രാദേശികമായ വാട്സപ്പ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ, അത് ഈ ക്യാമ്പിൽ ഇന്നലെ ചില ഗ്രൂപ്പുകളായിട്ടുള്ള ചെറിയ സംഘർഷങ്ങൾ ഉണ്ടായി എന്നുള്ളത് പ്രാഥമികമായി അന്വേഷണത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ തർക്കമുണ്ടായി എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായത്. എവിടെ തർക്കമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ യാതൊരു രീതിയിലേക്കുള്ള ഒരു തർക്കങ്ങൾ ഉണ്ടായില്ല എന്ന രീതിയിലേക്ക് KSU പറയുന്നില്ല. ഇതൊരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന രീതിയിൽ സ്വാഭാവികമായിട്ട് പല അഭിപ്രായങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും നടത്താനുള്ള സ്വാതന്ത്ര്യം എല്ലാ വിദ്യാർത്ഥികൾക്കുമുണ്ട്. അപ്പോഴത്തേക്കും മലക്കം പറഞ്ഞ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ ആളിപ്പോ പറയുന്നു ജനാധിപത്യ പാർട്ടിയല്ലേ, ചെറിയ ചില തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മിനിറ്റിന് മലക്കം പറയുന്ന കൊടും ഭീകരനാണല്ലേ. KSU ക്യാമ്പിൽ നടന്ന കൂട്ടത്തല്ലിനെ കുറിച്ച് പഠിക്കാൻ വിശദമായ അന്വേഷണ കമ്മിറ്റിനെ നിയോഗിച്ചിട്ടുണ്ട്. എന്തന്വേഷണം നടത്തിയിട്ട് എന്തുട്ടാ കാര്യം? അവരൊക്കെ കുഞ്ഞിപ്പിള്ളേരാണെന്നും അതെല്ലാം കുട്ടിക്കളിയാണെന്നും പറയുന്ന നേതൃത്വമാണല്ലോ ഇവിടെയുള്ളത്. ഇനിയും ഇതുപോലത്തെ കുട്ടിക്കളി ഉണ്ടാവുകയാണെങ്കിൽ ചോരക്കളി കുറച്ച് കടുക്കുമോ എന്ന് മൊയലാളിമാര് ഒന്നും ആലോചിച്ചാൽ നല്ലതാണ് കേട്ടോ. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നമസ്കാരം.